ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തോടെ അമ്മേനെ വോട്ട് ചെയ്യിപ്പിക്കുക. ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുക, അഭ്യർത്ഥനയും കൂടെ ചെയ്യുക. ഏത് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്? ഏതാണോ നമുക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് വരുന്ന ദിവസങ്ങളിൽ LDF വോട്ട് ചെയ്യാനാ? പെൻഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യൂല അത്. ശബരിമല കട്ടള വരെ ഊരിക്കൊണ്ട് പോയല്ലേ വെച്ചിട്ട് പോയി നിങ്ങൾ ജോലി നോക്കി. എങ്ങനെ വേണം പ്രതികരിക്കാൻ? ഇതിപ്പോൾ ജനം ടി വിയുടെ റിപ്പോർട്ട് ജനം ടി വി കൊടുത്താണ്. അപ്പോൾ ഞാനൊരു BJP-കാരനാണ്, ഈ ഇതിട്ടുകൊണ്ട് BJP-കാരനാണ് അതുകൊണ്ട് പറയണതല്ല. ഏത് പാർട്ടിയാണെങ്കിലും ഇങ്ങനെ വോട്ടും ചോദിച്ചുകൊണ്ട് ഈ മാതിരി കോപ്രായം ഇതിൻ്റെ തുടുപ്പില്ലാണ്ട് ചോദിക്കുമ്പോഴല്ലോ ആട്ടി ഇറക്കി വിട്ടോളണം. അത് നേരിട്ട് വരുവാണെങ്കിലും ഫോണിൽ കൂടിയാണെങ്കിൽ അല്ലെങ്കിലും ചുമ്മാ ഓരോരുത്തരും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി നമ്മുടെ ആ പരിസരത്തേക്ക് പോലും ഇവർ തിരിഞ്ഞു നോക്കില്ല. അത് എല്ലാവർക്കും അറിയാം, എന്നിട്ടും പിന്നെയും പോയി കുത്തും. ഇവരുടെ വിചാരം മറ്റേ പറഞ്ഞ രാഷ്ട്രീയക്കാർ പരസ്പരം കളിയാണ്. ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരെ കുറേ കുറ്റം പറയും, വീണ്ടും മറ്റേ പാർട്ടിനെ ഏൽപ്പിക്കും, മറ്റേ പാർട്ടി അതേ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യും. ഇങ്ങനെ ആവർത്തിച്ച് ടൈം ലൂപ്പ് പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചും ഒരു വോട്ട് എന്ന് പറയുമ്പോൾ വോട്ട് കൊടുക്കാവുള്ളൂ. വോട്ട് കൊടുക്കുക പറയുമ്പോൾ നമുക്കെല്ലാം പാർട്ടിക്ക് കുത്തണമെന്നില്ല. അവിടെ നിഷേധ വോട്ടെന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ തന്നെ അതിന് കുത്തിയാലും മതി. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ വോട്ട് ചോദിച്ചുകൊണ്ട് ഈ 5 വർഷത്തിന് ശേഷം തന്നെ ഈ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, ഈ പിച്ച അയച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ വോട്ടിന് വേണ്ടിയാണല്ലോ, അങ്ങനെ ആൾക്കാരെ അടുപ്പിക്കുകയും ചെയ്യരുത്. അത് ഫോണിൽ കൂടിയാണെങ്കിലും നേരിട്ടാണെങ്കിലും.